എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നലെ വായിച്ചു നിർത്തിയത് ഈ വിശിഷ്ട നിയമം, അതായത് ആകർഷണ നിയമത്തെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്കുണ്ടായാൽ നിങ്ങളുടെ അത്ഭുതാവഹമായ ശക്തിയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കും. അതുവരെ വെച്ചാണ് നിർത്തിയത്. ഞാൻ തുടർന്ന് വായിക്കാം. നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതം സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് കഴിയും. ലിസ നിക്കോൾസ് ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ചിന്തിക്കുന്ന അത്രത്തോളം തന്നെ ആ നിയമം പ്രവർത്തിക്കുന്നുമുണ്ട്. നിങ്ങളുടെ ചിന്തകൾ പ്രവഹിക്കുന്ന സമയത്തെല്ലാം ആകർഷണ നിയമം പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ നിയമം പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ വർത്തമാനകാലത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ ചിന്തിക്കുമ്പോൾ ആകർഷണ നിയമം പ്രവർത്തിക്കുന്നുണ്ട്. അത് ഇടതടവില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഒരു ബട്ടൺ അമർത്തി അത് നിർത്താൻ കഴിയില്ല. അത് നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും, നിങ്ങളുടെ ചിന്തകളെപ്പോലെ തന്നെ. നമ്മൾ അറിയുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും മിക്കവാറും ഏതു സമയത്തും നമ്മൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുകയോ അവർ പറയുന്നത് കേൾക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പത്രം വായിക്കുമ്പോഴും ടെലിവിഷൻ കാണുമ്പോഴും കഴിഞ്ഞ കാലത്തെ ഓർമ്മകൾ അയവിറക്കുമ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഭാവിയിലെ കാര്യത്തെക്കുറിച്ച് പദ്ധതി ഇടുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. കാലത്ത് എഴുന്നേറ്റ് തയ്യാറാവുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നമ്മളിൽ പലരും ഉറങ്ങുമ്പോൾ മാത്രമാണ് ചിന്തിക്കാതിരിക്കുന്നത്. അപ്പോഴും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിൽ അവസാനമുണ്ടായ ചിന്ത ഏതാണോ അതിന്മേൽ ആകർഷണ നിയമം പ്രവർത്തിക്കുന്നുണ്ട്. ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിൽ അവസാനം ഉദിക്കുന്ന ചിന്ത നല്ല ചിന്തയാവട്ടെ. മൈക്കിൾ ബെർണാഡ് ബെക്വിത്ത് ഇങ്ങനെ പറയുന്നു: സൃഷ്ടി എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒരു ചിന്ത അല്ലെങ്കിൽ ചിരസ്ഥായിയായ ഒരു ചിന്താരീതി ഉണ്ടാകുമ്പോൾ അയാൾ ഒരു സൃഷ്ടി പ്രക്രിയയിൽ ഏർപ്പെടുകയാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഭാവി ജീവിതം നിർമ്മിക്കുന്നതിനെ പറ്റിയാണ്. നിങ്ങളുടെ ചിന്തകൾ കൊണ്ടാണ് നിങ്ങൾ ജീവിതം രൂപപ്പെടുത്തുന്നത്. നിങ്ങൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ നിങ്ങൾ എപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്തിനെക്കുറിച്ചാണോ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്തിലാണോ, അതാണ് നിങ്ങളുടെ ജീവിതമായി അവതരിക്കുക. പ്രകൃതിയിലെ മറ്റെല്ലാ നിയമങ്ങളെയും പോലെ ഈ നിയമവും തികച്ചും പരിപൂർണതയുള്ളതാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങൾ സൃഷ്ടിക്കുന്നു. നിങ്ങൾ വിതയ്ക്കുന്നത് നിങ്ങൾ കൊയ്യുന്നു. നിങ്ങളുടെ ചിന്തകളാണ് വിത്തുകൾ. എന്ത് വിളവാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്നത് നിങ്ങൾ വിതയ്ക്കുന്ന വിത്തിനെ ആശ്രയിച്ചിരിക്കും. ആകർഷണ നിയമത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.